കൂരിയാടും പിന്നാലെ തൃശ്ശൂരും കണ്ണൂരും എല്ലാം ദേശീയപാത ഇടിഞ്ഞതിൽ NHAIയുടെ വിശദീകരണം നാട്ടുകാർക്ക് തൃപ്തികരമാകുന്നില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് തുടർക്കഥയാകുന്ന പ്രതിഷേധങ്ങൾ. ഇന്ന് യൂത്ത് ലീഗ് ഈ കൂരിയാട് പ്രതിഷേധം നടത്തി, ഉപരോധ സമരവും നടത്തി. എന്തായാലും നാട്ടുകാർക്ക് പറയാനുള്ളത് ഇതാണ്: ഇത്തരത്തിൽ മണ്ണിനെ പഴിചാരിക്കൊണ്ട് അശാസ്ത്രീയമായ നിർമ്മാണത്തെ ന്യായീകരിക്കേണ്ട എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞു വയ്ക്കുന്നത്. അരമണിക്കൂർ വൈകിട്ടാണ് ദുരന്തമുണ്ടാകുന്നതെങ്കിൽ ഇതായിരിക്കില്ല കേരളത്തിൻ്റെ അവസ്ഥ, മറിച്ചായിരിക്കും. അതിൻ്റെയൊക്കെ കാരണം ഈ മണ്ണാണ്. പിന്നെ പ്രത്യേകം കാലാവസ്ഥ നിലനിൽക്കുന്നതാണ്. അതിൻ്റെ കൾച്ചറിനെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ മനസ്സിലാക്കിയത് നേരത്തെ ഈ മണ്ണ് പരിശോധിച്ച് ഇവിടെ മേൽപ്പാലമാണ് ആവശ്യം എന്ന ബന്ധപ്പെട്ടവരുടെ റിപ്പോർട്ട് ഉത്തരവാദപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവഗണിച്ചു. ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും അവിടെ ബാക്കിയാണ്. ഈ നിലവിലെ മഴയും ഈ മണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് ദേശീയപാത ഇടിഞ്ഞതിന് കാരണമെന്ന് NHAIയുടെ പ്രതിനിധികൾ പറഞ്ഞു വയ്ക്കുന്നു. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ നാട്ടുകാർക്കും ജനപ്രതിനിധികൾക്കും എല്ലാം ചോദിക്കാനുമുണ്ട്, അതിൽ കഴമ്പുമുണ്ട്. ഒന്നാമത്തേത്, ഈ മണ്ണ് പരിശോധന നടത്തുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ എംബാങ്ക്മെൻറ്റ് പ്രക്രിയയ്ക്ക് മണ്ണ് പരിശോധന പ്രധാനമാണ്. ഒരേ പാളിയിൽ വ്യത്യസ്ത തരത്തിലുള്ള മണ്ണാണെങ്കിൽ അത് അനുയോജ്യമാവില്ല. ഒപ്പം തന്നെ രണ്ടാമത്തേത്, ഈ ഡ്രെയിനേജ് സംവിധാനം ഉൾപ്പെടെ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇതിനൊന്നും വ്യക്തമായ മറുപടി തരാതെയാണ് എന്തായാലും നിലവിൽ ഈ കരാർ കമ്പനിയോ ഈ ദേശീയപാത അതോറിറ്റിയോ ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങളെ കൂടുതൽ രോഷാകുലരാക്കുന്നത്. നിലവിൽ ഈ മേഖലകളിൽ തന്നെ ഉള്ള വിള്ളലാണ് ആശങ്കയുണ്ടാക്കുന്നത്. കൂടുതൽ സ്ഥലത്തേക്ക് ഇത് വ്യാപിക്കുമോ എന്നുള്ള ഒരു ഭീതിയും ജനങ്ങളുടെ ഉള്ളിലുണ്ട്. ജോം TK-ക്കൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.